ഹലോ സർ. ആശ്രയ, ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ലെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഓർഡറിൽ ഒരു മാറ്റം വരുത്താനും എനിക്ക് കഴിയില്ല. സോറി. മോളെ, ശ്രേയ, ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന്. ഇനി എന്ത് ചെയ്യും മോളെ? ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ. ആരെയും കൊന്നിട്ടാണെങ്കിലും എനിക്ക് തിരിച്ചിവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടണം. അല്ലാതെ എന്റെ പൊസിഷനും അധികാരമൊന്നും കളയാൻ പറ്റില്ല. പക്ഷേ ആയിരപ്പറക്കാരെ വെറുതെ വിടാനും. അത്ര നോക്കാൻ പറ്റുന്നില്ല ബാല. കൊലപാതകം ആത്മഹത്യ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ സാധാരണ കാര്യമല്ലേ ഗോവിന്ദ? അതിൽ വേറെ വല്ല വാർത്തയുണ്ടെങ്കിൽ പറ. വേണ്ട, ഞാനൊന്നും വായിക്കുന്നില്ല, നിർത്തി. അപ്പച്ചി, വലിയ പന്തലുകാരെത്തി. ഇനി അങ്ങോട്ട് ആഘോഷമായിരിക്കും. എന്താഘോഷം? 16 അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കല്ലേ അല്ല, കല്യാണാഘോഷം. ആ, എല്ലാം ഇങ്ങോട്ട് ഇറക്കിയോ? ആ, ഇറക്കുവാ. എന്നാ ഇതുവരെ കൊണ്ടു എടുത്തു. ആ, എത്തിയല്ലോടാ. എടാ, എവിടെയൊക്കെ പന്തല് വേണമെന്ന് പറഞ്ഞു കൊടുക്ക്. ആൾക്കാര് കണ്ട മോശം പറയല്ലേ. ആ, പന്തലൊന്നും ആരും മോശം പറയില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് നാട്ടുകാർ മോശം പറയും. എടോ മാഷേ, എടാ, ഇയാള് പറയുന്നൊന്ന് നീ മൈൻഡ് ചെയ്യണ്ട. നീ ഇങ്ങോട്ട് വന്നേ, വാ. ജോഷി, ഇത്ര സാധനങ്ങളേ ഉള്ളോ? ഇത് ഈ വീടിന് ചുറ്റി ഇടാവളേ ഉള്ളൂ. ഇത് തയ്യാതെ വരുമല്ലോ. ഇത് ഈ വീടിന് ചുറ്റി ഇടാവളല്ലേ ഉള്ളൂ. ബാക്കി സാധനം പറയാൻ വരുന്നുണ്ട്. ധൈര്യമായിട്ടിരി. അതെ, എന്നാ പണിയെടുക്കട്ടെ. ആ, കല്യാണത്തിന്റെ ഓളവേ എല്ലാവരും ഒന്ന് കാണണം. അതെ, ഈ പന്തലിന്റെ വാടക ഉണ്ടായിരുന്നെങ്കിലേ ഏതെങ്കിലും അനാഥാലയത്തിലെ പാവങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കായിരുന്നു. അല്ലേ ഗോവിന്ദ? ബാല, വേണ്ട, ഒന്നും പറയണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അനാഥാലയത്തിലേക്ക് അന്നദാനം നടത്തുന്നുണ്ട്. എന്റെ മേഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക്. വെഡിങ് ആനിവേഴ്സറിക്ക് 1 കൊല്ലം തയ്ക്കണ്ടേ? 3 ദിവസം തികച്ചാ പറയാം. ഒന്നുകിൽ അവിടെ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ നീ നാട് വിടും. അതാ സംഭവിക്കാൻ പോകുന്നു. അതെ, ആരാമേ? ശ്രേയ മേഡാണോ? അല്ല, ശ്രേയയുടെ അമ്മയാ. ഓ, അമ്മായിയമ്മ. സംസാരിക്കും.